ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇവിടെ രാവിലെ എണീച്ച് ചായയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോർണിംഗിനെ പറ്റിയിട്ടാണേ. രാവിലെ എണീച്ച് ഇതാണ്ട മോന് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കുകയാണ്. കുറുക്കൊക്കെ കാച്ചി അതിനുശേഷം ചായ ഇടുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒരുപാട് സമയത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഈ യൂട്യൂബ് ഒക്കെ ഇടുന്നതെന്നായിരിക്കും. പക്ഷേ യൂട്യൂബിൽ ഓരോ വ്ളോഗ് ഇടുന്നതും ഇതേപോലെ ജോലി ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ചായ കുടിച്ച് ഭയങ്കര ഒരു അഡിക്ഷനാണ്. ഇതില്ലെങ്കിൽ ഒടുക്കത്തെ തലവേദനയാണ്. പക്ഷേ നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴേ നല്ല എൻജോയ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ബോറടി തോന്നില്ല. അത് എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഫുഡ് പ്രിപ്പയർ ചെയ്യാനും മക്കളെ നോക്കാനും വീട് നോക്കാനും അതുപോലെ തന്നെ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ആവാനും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ സാധിച്ചിരിക്കും കേട്ടോ. രാവിലെ എണീച്ച് ചേട്ടന് ചായ ഉണ്ടാക്കിയത് ചേട്ടന് ചായ കൊണ്ടുപോകുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ പവിക്കുട്ടൻ അവിടെ ഉണർന്നു കേട്ടോ. അവനവിടെ നല്ല കളിചിരിയായിട്ടൊക്കെ കിടക്കുകയാണ്. ലിച്ചുകുട്ടി നല്ല ഉറക്കമാണ്. ഞാൻ എണീക്കുമ്പോൾ തന്നെ രാവിലെ എൻ്റെ കൂടെ എൻ്റെ മോനും എണീക്കാറുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് അവനുള്ള ഫുഡ് കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാറ്. പാപ്പച്ചിന്നാലേ ആൾക്ക് വിശന്ന് തുടങ്ങി, കൈയൊക്കെ ഉറിഞ്ചി തുടങ്ങി. നമ്മളിന്ന് പാപ്പച്ചിന്നു. നമ്മളിന്ന് പാപ്പച്ചിന്നു. പവിക്കുട്ടൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി വീട്ടിലുള്ളവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ ലിച്ചുകുട്ടിക്ക് വേണ്ടി ഞാൻ നല്ലൊരു നെയ്റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ദോശയൊക്കെ ചുട്ടു. അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ മറ്റൊരു വശത്തു കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. അതാണ് കുറച്ചും കൂടെ ഈസി. നമ്മളെല്ലാം ഓരോ സ്ഥലത്തു നിന്ന് അപ്പോഴപ്പോഴും എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും ഉണ്ട്. അപ്പോൾ ആ തേങ്ങയിൽ നമ്മൾ കുറച്ച് ജീരകം കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ മിക്സിയിൽ സാധാരണ വെള്ള ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് അത് വയ്ക്കാറ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളിതെല്ലാം ചെയ്തു വെച്ചാലുള്ള മറ്റൊരു ഗുണം എന്താണെന്നറിയാമോ? പിന്നെ നമുക്ക് നമ്മുടെ മക്കളെ കൂടെ ഇരിക്കാം. പക്ഷേ എനിക്ക് പൊതുവേ ടൈം കിട്ടാറില്ല. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയണത്. കാരണം ഞാനിപ്പോൾ ഒരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സക്സസ്സിലെത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കിട്ടുന്ന സമയമൊക്കെ ഞാൻ എഡിറ്റിങ്ങിനും അങ്ങനെ ഇതിനും ഒക്കെ ഷൂട്ടിങ്ങിനും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഉറക്കം തീരെ ഇല്ല ഗായ്സ്. രാത്രി കുഞ്ഞ് കരയും. അപ്പോൾ ബാക്കിയുള്ള ടൈം ഇങ്ങനെ അങ്ങ് പോകും. കല്യാണത്തിന് ശേഷം കുറേ നാൾ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പഠിക്കാൻ പോകാനോ ഒന്നിനും. പക്ഷേ ഇപ്പോൾ ചാനൽ തുടങ്ങിയ ശേഷം ഞാൻ പഴയ കണക്കാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം എനിക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതിൽ അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ കുക്കിങ്ങിൽ സ്കില്ല് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് സിംഗിങ് ആയാലും മെഹന്തി ഇതിനായാലും എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഗായ്സ്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ലിച്ചുകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള നെയ്റോസ്റ്റും ചമ്മന്തിയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലിച്ചുകുട്ടി കൊണ്ട് കൊടുത്താലോ? ലിച്ചുകുട്ടി കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കുറേ എക്സ്പ്രഷനൊക്കെ ആളിടുന്നുണ്ട്. അവൾ ക്യാമറ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. രാവിലെ അവൾക്കിത് കൊടുത്തു. മോളിത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ ആൾ കഴിക്കാൻ ഭയങ്കര പാടാണ് അവളെ കഴിപ്പിക്കാൻ. അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇന്നത്തെ കറി സാമ്പാർ, പിന്നെ അവിയൽ വെച്ചിട്ടുണ്ട്. അവിയലിൻ്റെ കൂടെ ഞാൻ പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉള്ളിയുടെ കുറവും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് വെട്ടിത്തിളച്ച് അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പൊരിച്ച മീനും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല മുളകും മസാലയൊക്കെ ഇട്ട് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു പാനിലിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു.
ചേട്ടന് പൊരിച്ച മീനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങ് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു വലിയൊരു ടാസ്ക്കാണ് അടുക്കള വൃത്തിയാക്കുക. പിന്നെ അങ്ങോട്ട് ഒരു യുദ്ധമാണ്. അടുക്കളയെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം അടുക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത് ഈ പാത്രം കഴുകുക എന്നാണ്. അതെല്ലാം ക്ലീൻ ചെയ്തു എല്ലാം വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടാണ് എപ്പോഴും പോകാറ് കേട്ടോ. പിന്നീട് ലിച്ചിക്കുട്ടിയെ നഴ്സറി കൊണ്ടാക്കി അവിടെ അവളുടെ ഫുഡും ബാഗിലെല്ലാം ആക്കിയിട്ട് അവളെ കൊണ്ടാക്കി. പിന്നെയുള്ള പണിയെന്ന് വെച്ചാൽ വീടെല്ലാം ക്ലീൻ ചെയ്യണം ഗൈസ്. വീടെല്ലാം എന്ന് എനിക്ക് തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കണം. അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വീടെല്ലാം സെറ്റായി നല്ല രീതിയിലൊക്കെ ഞാൻ ഒതുക്കിയിട്ടു. കാരണം പവിക്കുട്ടനുള്ളത് കൊണ്ടേ അവൻ തറയിലല്ലേ കിടക്കാറ്. അപ്പോൾ എപ്പോഴും വൃത്തിയായിട്ടിടണമെന്ന് എനിക്ക് നിർബന്ധമാണ്. പിന്നെ മുറ്റമെല്ലാം അടിച്ച് വാരും. എന്നും ഞാൻ രാവിലെ മുറ്റമെല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാറുണ്ട്. എന്തായാലും നമ്മളെ വീട്ടിൽ ഇപ്പോൾ പുതിയ ചെടികൾ വീണ്ടും ചിറയൻകീഴിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫുൾ സപ്പോർട്ട് തരണം ഗായ്സ്. മറ്റൊരു പുതിയ വ്ളോഗുമായി ഞാൻ തിരിച്ചെത്തുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.